ദക്ഷിണേന്ത്യയിലെ മൈസൂറിന്റെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ ജോർജ് വാഷിംഗ്ടൺ, തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, വോൾട്ടയർ, നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നിവരുടെ സമകാലികനാണ്. ഒന്നിലധികം വഴികളിലൂടെ ഈ ചരിത്ര പുരുഷന്മാരുടെ പാതകൾ ടിപ്പു സുൽത്താന്റെ പാതയുമായി കൂട്ടിമുട്ടുന്നുണ്ട്. അതിനാൽ ടിപ്പുവിന്റെ ചരിത്രത്തെ ആഗോള പരിപ്രേക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. പുതിയ ആശയങ്ങളും പുതിയ സ്ഥാപനങ്ങളും യൂറോപ്പിന്റെയും വടക്കേ അമേരിക്കയുടെയും ഭൂപ്രകൃതിയെ മാറ്റിമറിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ടിപ്പുവിന്റെ ജീവിതം. അത് വ്യാവസായിക വിപ്ലവത്തിന്റെ കാലമായിരുന്നു. 1758 സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തത്തോടെ യൂറോപ്പ് തങ്ങളുടെ സാങ്കേതിക വിദ്യയിലുള്ള മേൽക്കോയ്മ ലോകത്തിനുമേൽ ഉറപ്പിച്ചു തുടങ്ങിയ സമയം. അത് അമേരിക്കൻ വിപ്ലവത്തിന്റെ കാലമായിരുന്നു. തോമസ് ജെഫേഴ്സൺ മനുഷ്യന്റെ അവകാശങ്ങളെക്കുറിച്ച് വാചാലമായ പ്രഖ്യാപനങ്ങൾ ഉയർത്തിയ കാലം. ഫ്യൂഡലിസത്തെ ഉന്മൂലനം ചെയ്ത ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലഘട്ടം കൂടിയായിരുന്നു അത്. ഈ സുപ്രധാന സാമൂഹിക മാറ്റങ്ങളിലെ ആശയങ്ങളിലേക്ക് തന്റെ അസ്തിത്വപരമായ ദർശനത്തെ ഉരുക്കിച്ചേർക്കാൻ ശ്രമിച്ച ഒരു ദീർഘദർശിയായ നായകനായിരുന്നു ടിപ്പു സുൽത്താൻ. പക്ഷേ സാമൂഹികവും രാഷ്ട്രീയവും ആത്മീയവുമായ ഊർജ്ജസ്വലത നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരു ചുറ്റുപാടിലും സമൂഹത്തിലുമാണ് നിർഭാഗ്യവശാൽ അദ്ദേഹം ജീവിച്ചത്. ഹൈദരാലിയുടെ മകനായി 1750 ദേവനഹള്ളിയിലാണ് ടിപ്പുവിന്റെ ജനനം. ആർക്കോട്ടിലെ ടിപ്പു മസ്താൻ ഔലിയയുടെ പേരിലാണ് അദ്ദേഹം നാമകരണം ചെയ്യപ്പെട്ടത്. ടിപ്പുവിന്റെ പൂർവ്വ പിതാവ് ഷെയ്ഖ് വാലി മുഹമ്മദ് പഞ്ചാബിൽ നിന്നുള്ള ചിഷ്തിയ വിഭാഗത്തിലെ സൂഫി ഷെയ്ഖായിരുന്നു. തെക്ക് സേവനമനുഷ്ഠിക്കാനുള്ള ഗുരുവിന്റെ ഉത്തരവ് സ്വീകരിച്ചാണ് അദ്ദേഹവും കുടുംബവും ഇന്നത്തെ ബാംഗ്ലൂരിനടുത്തുള്ള ഗുൽബർഗയിൽ എത്തിയത്. 1680 1690 ഇടയിൽ ഔറംഗസേബ് ചക്രവർത്തിയുടെ കീഴിലുള്ള മുഗൾ സൈന്യം ദക്ഷിണേന്ത്യയിൽ പ്രവേശിക്കുകയും ഉപദ്വീപിന്റെ അറ്റം വരെ അധികാരം വ്യാപിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഔറംഗസീബിന്റെ മരണത്തിനുശേഷം വിശാലമായ സാമ്രാജ്യത്തെ ഒരുമിച്ച് നിർത്താൻ കഴിവുള്ള ഒരു പിൻഗാമി ഉണ്ടായില്ല. ഈ അധികാരശൂന്യതയിലേക്ക് പുതിയ രാജ്യങ്ങളും മത്സരാർത്ഥികളും ഉയർന്നു വന്നു. 1722 നിസാമുൽ മുൽക്ക് ആസിഫ് ജാ ഒന്നാമൻ മുഗൾ തെക്കൻ പ്രവിശ്യകളുടെ ഗവർണറായി ഗോൽക്കൊണ്ടയിലേക്ക് അയക്കപ്പെട്ടു. ഡെക്കാണിലെ സുബൈദാർ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി. അവിടുത്തെ കാര്യങ്ങളെല്ലാം സമർത്ഥമായി കൈകാര്യം ചെയ്ത നിസാം പ്രദേശത്തെ ഗവർണർ സ്ഥാനം പാരമ്പര്യ അവകാശമാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ പിന്നീട് ഹൈദരാബാദ് നിസാം എന്നറിയപ്പെട്ടു. ഇംഗ്ലണ്ടിനേക്കാൾ വലിയ ഒരു പ്രദേശമായിരുന്ന ഈ പ്രവിശ്യ സമ്പന്നവും വിശാലവുമായിരുന്നു. ആധുനിക മെട്രോപൊളിറ്റൻ നഗരങ്ങളായ ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ എന്നിവയോട് ചേർന്നുള്ള ഒട്ടുമുക്ക പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രവിശ്യ. പടിഞ്ഞാറൻ ഇന്ത്യയിൽ മറ്റൊരു ശക്തി കേന്ദ്രം ഉയർന്നു വന്നു. പൂനെയ്ക്ക് ചുറ്റുമുള്ള മലനിരകളിൽ നിന്ന് വന്ന മറാത്തകൾ ശിവജിയുടെ കീഴിൽ ഫലപ്രദമായ സൈനിക ശക്തിയായി മാറി. 1720 അവർ ഇന്ത്യയുടെ മധ്യ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ നിയന്ത്രണത്തിലാക്കി. കിഴക്കോട്ട് നൈസാമിന്റെ പ്രദേശങ്ങൾ ആക്രമിച്ചു. വടക്കോട്ട് മുഗൾ പ്രദേശങ്ങളുടെ ഹൃദയഭാഗത്തേക്ക് കടന്നുകയറി. ഹൈദരാബാദിലെ നിസാമുമാരെ പോലെ മറാത്തകളും പേർഷ്യകൾ എന്ന പേരിൽ ഒരു പിന്തുടർച്ചാ അവകാശം രൂപപ്പെടുത്തി. മുഗൾ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ ശിഥിലീകരണം യൂറോപ്യൻ ശക്തികൾക്ക് ഒരു അവസരമായിരുന്നു. 1600 സ്ഥാപിതമായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ 3 മേഖലകളിൽ അതിന്റെ ഫാക്ടറികൾ സ്ഥാപിച്ചു. ഇംഗ്ലീഷുകാരെ പിന്തുടർന്ന ഫ്രഞ്ചുകാർക്കാവട്ടെ മദ്രാസിൽ നിന്ന് തെക്ക് പോണ്ടിച്ചേരിയിൽ സ്വന്തമായി ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. ഇതിന്റെ ഫലമായി പടിഞ്ഞാറൻ ആഫ്രിക്കയിലും വടക്കൻ അമേരിക്കയിലും പോരാട്ടത്തിൽ ഏർപ്പെട്ടിരുന്ന ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ആഗോള മത്സരം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഇന്ത്യയിലേക്കും വ്യാപിച്ചു.
1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ നവാബിനെതിരായി വിജയിച്ചതോടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർണായക നേട്ടം കൈവരിച്ചു. 1761 അഫ്ഗാൻ അമീർ അഹമ്മദ് ഷാ അബ്ദാലി പാനിപ്പറ്റ് യുദ്ധത്തിൽ വെച്ച് പഞ്ചാബിലെ ലാഹോർ വരെ വടക്കോട്ടു ചെന്നെത്തിയ മറാത്ത സൈന്യത്തെ തകർത്തു. ഈ യുദ്ധത്തിലുണ്ടായ ഭീമാകാരമായ മനുഷ്യനഷ്ടം ഉപഭൂഖണ്ഡത്തിൽ പലയിടത്തായി ചിതറിക്കിടക്കുന്ന തങ്ങളുടെ സായുധ സേനകളെ മുഴുവൻ തിരിച്ചു വിളിക്കാൻ മറാത്തകളെ പ്രേരിപ്പിച്ചു. മറാത്തകളുടെ നിരന്തരമായ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന മൈസൂർ രാജ്യം അതിന്റെ നേരിട്ടുള്ള ഗുണഭോക്താവായിരുന്നു. 1762 ഹൈദരാലിയുടെ നേതൃത്വത്തിൽ മൈസൂർ സൈന്യം മറാത്തികളെ പുറത്താക്കി. 1765 ആയപ്പോഴേക്കും ഹൈദരാലി മൈസൂറിലെ പ്രധാന ശക്തി കേന്ദ്രമായി മാറി. മൈസൂറിന്റെ ഉയർന്നുവരുന്ന ശക്തി നിസാമിനെയും മറാത്തകളെയും ബ്രിട്ടീഷുകാരെയും ഒരുപോലെ ആശങ്കാകുലരാക്കി. യുദ്ധങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു ഫലം. ഒന്നാം മൈസൂർ യുദ്ധത്തിന് തിരികൊളുത്തപ്പെടുന്നത് അങ്ങനെയാണ്. ഭരണപരമായ ആവശ്യങ്ങൾക്കായി ഹൈദരാബാദിലെ പ്രവിശ്യ 2 ഉപജില്ലകളായി വിഭജിച്ചിരുന്നു. ഓരോന്നും ഓരോ നവാബ് ഭരിച്ചു. ആദ്യത്തെ ഉപജില്ല മൈസൂറിന്റെ ഭരണതലസ്ഥാനമായ സിറ ആയിരുന്നു. മലബാറിന്റെ തീരപ്രദേശങ്ങളും കൊച്ചി, മംഗലാപുരം എന്നിവിടങ്ങളിലെ സമ്പന്നമായ വ്യാപാര കേന്ദ്രങ്ങളും അതിൽ ഉൾപ്പെട്ടു. ആധുനിക തെലങ്കാനയിലും ചെന്നൈയിലും ഉൾപ്പെടുന്ന കിഴക്കൻ തീരത്തെ തീരപ്രദേശങ്ങളുടെ ഭരണം രണ്ടാമത്തെ ഉപജില്ലയായ ആർക്കോട്ട് ആയിരുന്നു. ആർക്കോട്ടിൽ പിന്തുടർച്ചാവകാശ മത്സരം നടന്നപ്പോൾ ഒരവസരം കാത്തിരുന്ന ബ്രിട്ടീഷുകാർ നവാബായി മുഹമ്മദ് അലിയെ പിന്തുണച്ചു. മൈസൂരിലെ ഹൈദർ അലി മുഹമ്മദ് അലിയുടെ ജ്യേഷ്ഠൻ മഹ്ഫൂസ് ഖാന്റെ പക്ഷം ചേർന്നു. അങ്ങനെ ആദ്യത്തെ മൈസൂർ യുദ്ധം 1767 ഓഗസ്റ്റിനും 1768 മാർച്ചിനും ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ടു. ഈ യുദ്ധത്തിലാണ് അന്ന് കേവലം 17 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ടിപ്പു ആദ്യമായി തന്റെ യുദ്ധപ്രാവീണ്യം തെളിയിക്കുന്നത്.